നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 2 ചതുർത്ഥി തിഥിയാണ്. പൗർണമി കഴിഞ്ഞു വരുന്ന ചതുർത്ഥിയെ നമ്മൾ സങ്കടഹര ചതുർത്ഥി എന്നാണ് പറയുന്നത്. ഈ സങ്കടഹര ചതുർത്ഥിക്ക് ഗജാനന സങ്കഷ്ട ചതുർത്ഥി എന്നുകൂടി പറയാറുണ്ട്. ഓരോ സങ്കടഹര ചതുർത്ഥിയും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇപ്രാവശ്യം ചതുർത്ഥി തിഥി തുടങ്ങുന്നത് ഓഗസ്റ്റ് 1 രാത്രി 11:07 മുതൽ ഓഗസ്റ്റ് 2 രാത്രി 11:15 വരെയാണ്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 2 ഞായറാഴ്ചയാണ് ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതം എടുക്കേണ്ടതും, വ്രതം അനുഷ്ഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഗണപതി ക്ഷേത്രത്തിൽ പോകേണ്ടതും വഴിപാടുകൾ ചെയ്യേണ്ടതും ഒക്കെ ഞായറാഴ്ച തന്നെയാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഗണപതി ഭഗവാന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സങ്കഷ്ട ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുമെന്നുള്ളവർ അനുഷ്ഠിക്കുക. ഇനിയിപ്പോൾ അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നോൺ വെജ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്ത് ഗണപതി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും ചെയ്ത് സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് കൊളുത്തി ഞാൻ ഈ പറയുന്ന നാമം കൂടി ചൊല്ലാൻ ശ്രമിക്കുക. വ്രതം എടുക്കുന്നവർക്കും ഇതൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. വ്രതം എടുക്കാൻ സാധിക്കാത്തവർക്കും ഇതൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സങ്കടഹര ചതുർത്ഥി വ്രതം നമ്മൾ എന്തിനാണ് അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. സങ്കടങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഏത് രീതിയിലുള്ള പ്രോബ്ലംസ് ആണെങ്കിലും ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരുമെന്നുള്ളതാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിന്, തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന്, അമ്മമാർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, കുട്ടികൾക്ക് നല്ല ജോലി കിട്ടുന്നതിന്, വിവാഹം നടക്കുന്നതിന്, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രോബ്ലവും സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വ്രതമായി എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ദിവസം നോൺ വെജ് ഫുഡ് അവോയ്ഡ് ചെയ്ത് ഗണപതി ക്ഷേത്രത്തിൽ പോയി രാവിലെ തന്നെ ഗണപതി ഭഗവാന് തേങ്ങ ഉടച്ച് അവിടെ ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന കറുകമാല ഭഗവാന് ചാർത്തും എന്നുണ്ടെങ്കിൽ സമർപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കറുകമാല കെട്ടി നമ്മുടെ വീട്ടിലെ ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് ചാർത്താവുന്നതാണ്. ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ കൊണ്ടുപോകുന്ന കറുകമാല ചാർത്താറില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവിടെ തന്നെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങി ഭഗവാന് സമർപ്പിച്ചാൽ മതി. എന്തിനാണ് ചതുർത്ഥി ദിവസം രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി തേങ്ങ ഉടയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങൾ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഏത്തമിടുക എന്നുള്ളതാണ്. ഏത്തമിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു നൽകും. അതുകൊണ്ട് തന്നെ എപ്പോൾ നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും ഭഗവാന് ഏത്തമിടാൻ മറക്കാതിരിക്കുക. വിഘ്ന നിവാരണനായ ഗണപതി ഭഗവാനെ വന്ദിക്കുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണ് ഏത്തമിടൽ എന്ന് പറയുന്നത്. നമ്മൾ മറ്റു ദേവീ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ പോകുമ്പോഴൊന്നും ഏത്തമിടാറില്ല. ഗണപതി ഭഗവാന് മാത്രമാണ് നമ്മൾ ഏത്തമിടുന്നത്. ഗണപതി ഭഗവാന് മുന്നിൽ ഏത്തമിടുന്നതിന് പിന്നിൽ ഒരു പുരാണ കഥ തന്നെയുണ്ട്. ഒരിക്കൽ മഹാവിഷ്ണു ശിവകുടുംബത്തിനെ വൈകുണ്ഠത്തിലേക്ക് ക്ഷണിച്ചു എന്നാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗണപതി ഭഗവാൻ എന്ത് ചെയ്തു? വൈകുണ്ഠത്തിലൂടെ അങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു. ഈ സമയത്ത് ഭഗവാന്റെ സുദർശന ചക്രം ഗണേശൻ കണ്ടു. എന്ത് കണ്ടാലും വായിലിടുന്ന ഉണ്ണി ഗണപതി എന്ത് ചെയ്തു? ചക്രായുധം എടുത്ത് വായിലിട്ടു. വിഴുങ്ങാൻ ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് വായിൽ തന്നെ വെച്ച് കളിക്കുകയാണ് ചെയ്തത്. മഹാവിഷ്ണു ചക്രം തിരഞ്ഞപ്പോൾ കാണുന്നില്ല. വാ പൂട്ടി കള്ളത്തരത്തിൽ നിൽക്കുന്ന ഗണപതിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഭയപ്പെടുത്തിയാൽ പേടിച്ച് വിഴുങ്ങിപ്പോയാലോ എന്ന് കരുതി ചിരിപ്പിക്കാൻ ഭഗവാൻ ഗണപതിയുടെ മുന്നിൽ നിന്ന് ഏത്തമിട്ട് കാണിച്ചു. മഹാവിഷ്ണു ഏത്തമിടുന്നത് കണ്ടപ്പോൾ ഗണപതി ഭഗവാൻ പുതുക്കുടെ ചിരിച്ചു എന്നാണ്. ആ സമയത്ത് ചക്രായുധം നിലത്ത് വീണ് അങ്ങനെ ആപത്തൊഴിയുകയും ചെയ്തു. ഗണപതി ഭഗവാനെ സന്തോഷിപ്പിച്ച് തടസ്സങ്ങൾ നീക്കാനുള്ള ഉത്തമ മാർഗമായിട്ടാണ് ഏത്തമിടിയിലിനെ കാണുന്നത്. ഏത്തമിടിയിൽ കൊണ്ട് ശാരീരികമായും നമുക്ക് വളരെയധികം ഗുണങ്ങളാണ് ഉള്ളത്. നമ്മുടെ ബുദ്ധി ഉണർത്തുന്ന ഒരു വ്യായാമം കൂടിയാണ് ഈ ഏത്തമിടൽ എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഏത്തമിടുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിച്ച് ബുദ്ധിക്ക് ഉണർവുണ്ടാകും എന്നുള്ളതാണ്. ഗണേശ പുരാണത്തിൽ ഏത്തമിടലിന്റെ വിധി ഒരു ശ്ലോക രൂപത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വലം കയ്യാൽ വാമശ്രവണവും
ഇടം കൈ വിരലിനാൽ വലം കാതും തൊട്ട കഴലിണ പിണച്ചുള്ള നിലയിൽ നിലം കൈ മുട്ടാലെ പലകുറി തൊടുന്നേനടിയനിന്നലം കാരുണ്യാപ്തേ കളകമമ വിഘ്നം ഗണപതേ. ഇടത് കാലിന്മേൽ ഊന്നി നിന്ന് വലത് കാൽ ഇടത് കാലിന് മുൻപിൽ കൂടി ഇടത്തോട്ട് പിണച്ചു കൊണ്ടുപോയി പെരുവിരൽ മാത്രം നിലത്ത് തൊടുവിച്ചു നിൽക്കണം. ഇടത് കൈയുടെ നടുവിരലും ചൂണ്ടാണി വിരലും കൂടി വലത്തെ ചെവിയിലും വലത്തെ കൈ മുൻവശത്തു കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി മുൻപ് പറഞ്ഞ 2 വിരലുകൾ കൊണ്ട് ഇടത്തെ ചെവിയും പിടിക്കണം. എന്നിട്ട് ഗണപതിയെ ഞാൻ വന്ദിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പലതവണ കുമ്പിടുകയും നിവരുകയും ചെയ്യണം. ഇതാണ് ഏത്തമിടേണ്ട സമ്പ്രദായം. തടസ്സങ്ങൾ ഒഴിയാൻ നമ്മൾ നടത്തുന്ന ഗണേശ പൂജ, പ്രാർത്ഥനകൾ, മന്ത്രജപം, വഴിപാടുകൾ, വ്രതം എന്നിവ പോലെ തന്നെ അതിപ്രധാനമായ ഒരു ആചാരമാണ് ഏത്തമിടി. പലർക്കും ഇക്കാര്യം അറിയില്ല. എത്ര തവണ നമുക്ക് ഏത്തമിടാം എന്ന് പറഞ്ഞാൽ 3, 5, 7, 12, 21 ഇങ്ങനെ പലതരത്തിൽ ചെയ്യാറുണ്ട്. ഏത്തമിടിയിലിനെ പ്രായശ്ചിത്തമായും കണക്കാക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നിത്യജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾക്ക് ഏറ്റവും എളുപ്പം പ്രസാദിക്കുന്ന ഗണപതി ഭഗവാനോട് മാപ്പ് പറയുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഏത്തമിടുമ്പോൾ നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. സങ്കടഹര ചതുർത്ഥി എന്നല്ല, നമ്മൾ ഏതൊരു ദിവസം ഗണപതി കോവിലിൽ പോയാലും ഏത്തമിടാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ സങ്കടഹര ചതുർത്ഥി ദിവസം ചൊല്ലേണ്ട നാമം എന്താണ്, കൊളുത്തേണ്ട ദീപം എന്താണ് എന്നൊക്കെ നോക്കാം. അതിനു മുൻപ് വ്രതമെടുക്കുന്നവർ തലേ ദിവസം തന്നെ നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. അന്ന് സന്ധ്യയ്ക്ക് പൂജയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാൻ ഉണ്ടാക്കി വെക്കുന്ന കൊഴക്കട്ട, പായസം അങ്ങനെയുള്ളതൊക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം. പകൽ സമയത്ത് അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക. പകൽ മുഴുവൻ ഉപവാസം എടുത്തുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. സന്ധ്യയ്ക്ക് ഗണപതി ഭഗവാന്റെ നാമങ്ങളെല്ലാം ചൊല്ലി ഭഗവാന് നിവേദ്യമൊക്കെ സമർപ്പിച്ചതിന് ശേഷം പൂർണ്ണചന്ദ്രനെ കൂടി കണ്ട് തൊഴുതതിന് ശേഷമാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഇപ്പോൾ സങ്കടഹര ചതുർത്ഥി പൗർണമി കഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണചന്ദ്രനെയാണ് അന്ന് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ദിവസം ചന്ദ്രനെ കാണുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല. ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രന്റെ ഒരു ഫോട്ടോ നമ്മുടെ മൊബൈലിൽ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വ്രതം എടുക്കുന്നവരാണെങ്കിലും വ്രതം എടുക്കാൻ സാധിക്കാത്തവരാണെങ്കിലും ഈ ഒരു ദിവസം സന്ധ്യയ്ക്ക് 9 ദീപങ്ങൾ ഈസ്റ്റ് ഫേസിങ്ങിൽ കൊളുത്തി വെക്കാവുന്നതാണ്. ദീപത്തിനടിയിലായിട്ട് നമുക്ക് വെറ്റിലയോ ആലിലയോ അല്ലെങ്കിൽ എരിക്കിന്റെ ഇലയോ വെക്കാവുന്നതാണ്. ഈ 3 ഇലകളും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രാസ് പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു വാഴയില കട്ട് ചെയ്തോ വെക്കാം. എരിക്കിന്റെ ഇല കിട്ടും എന്നുണ്ടെങ്കിൽ എരിക്കിന്റെ ഇലയിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വേണം 9 ദീപങ്ങളും കൊളുത്തേണ്ടത്. ഓഗസ്റ്റ് 2-ാം തീയതി രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ സാധിക്കുന്നവർക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് വിളക്ക് കൊളുത്തി ഈ ദീപങ്ങൾ രാവിലെ കൊളുത്താനേ സാധിക്കുള്ളൂ എന്നുള്ളവർക്ക് രാവിലെ തന്നെ കൊളുത്തി ഈ നാമം ചൊല്ലാം. സന്ധ്യയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നവർ സന്ധ്യയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ചിലർക്ക് സന്ധ്യയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് രാവിലെ തന്നെ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി വരെയുള്ള ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. 9 ദീപങ്ങൾ നെയ്യ് ഒഴിച്ചാണ് കൊളുത്തേണ്ടത്. 48 തവണയാണ് ചൊല്ലേണ്ടത്. 48 ടൈംസ്. നാമം ഇതാണ്: ഓം ഗം ഗണപതയേ നമ സർവവിഘ്നോപശാന്തയേ ശ്രീം ഹ്രീം ഗം ഗണപതയേ നമ. ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഓം ഗം ഗണപതയേ നമ സർവവിഘ്നോപശാന്തയേ ശ്രീം ഹ്രീം ഗം ഗണപതയേ നമ. ഈ ഒരു നാമം 48 തവണയാണ് ചൊല്ലേണ്ടത്. ഇതിനോടൊപ്പം തന്നെ സങ്കടനാശന ഗണപതി സ്തോത്രം 3 തവണ ചൊല്ലാവുന്നതാണ്. മറ്റു നാമങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ സാധാരണ ചൊല്ലുന്നത് അതെല്ലാം തന്നെ ചൊല്ലാവുന്നതാണ്. നാമമെല്ലാം ചൊല്ലിയതിനു ശേഷം പൂർണ്ണചന്ദ്രനെ കണ്ട് പ്രാർത്ഥിക്കുന്നത് വ്രതമെടുക്കാത്തവർക്കും വളരെയധികം നല്ലതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.